കുഴപ്പമുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയില്ല. ലോകനാഥ് ബെഹ്റ എത്ര അടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ബ്രിട്ടാനി അദ്ദേഹത്തിന് ഒരു സ്ഥലം കൊടുത്തു. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ലോകനാഥ് ബെഹ്റ. കാരണം ലോകനാഥ് ബെഹ്റ എന്ന് പറയുന്ന ആൾക്ക് അദ്ദേഹത്തിന് സെൻട്രലിൽ നല്ല പിടിപാടുണ്ട്. ഈ പാർട്ടിക്കാരെയും മാധ്യമ പ്രവർത്തകരെയും ഒക്കെ അയക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് വിശ്വസ്തനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ കോൺഗ്രസിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ അയക്കുന്നതിൽ അത് ഓരോരുത്തരുടെ സ്റ്റൈലാണ്. ഞാനാണെങ്കിൽ ചിലപ്പോ അങ്ങനെ ചെയ്യില്ല. അപ്പൊ താങ്കൾ പറഞ്ഞൊരു കാര്യം, അതിപ്പോ കേരളം ഞെട്ടുന്ന ഒരു വിവരമാണ് ഇബ്രാഹിമാദുമായിട്ട് നടത്തി കൂടിക്കാഴ്ച എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. പൂരത്തിനെ കുറിച്ചല്ലേ കാണാനിരിക്കുന്ന പൂരം നേരത്തെ പറഞ്ഞത്. നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ അത് ബിസിനസ്സുകാരാണെന്നുള്ളതാണ് നമ്മുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത്. അതിനപ്പുറത്തേക്കുണ്ട് കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് അതിനപ്പുറമുള്ള ഒരു ബന്ധം. അല്ല ഞാൻ പറഞ്ഞല്ലേ, സർക്കാരിന് പറയാനുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇത് എന്നോട് പണ്ട് ഞാൻ ഈ കോക്കസ് ഉണ്ടെന്ന് പണ്ട് പറഞ്ഞു. അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു കോക്കസ് ഉണ്ട്. ഈ കോക്കസ് ആണ് പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത്, പല കാര്യങ്ങളിൽ ഇടപെടുന്നതെന്നും. അപ്പൊ എന്നോട് പേരായിരിക്കും ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് വരും. വന്നില്ലേ, രണ്ടുപേരുടെ പേര് വന്നു. ഇപ്പൊ PRD ആയിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം കൂടി വന്നിട്ടുണ്ട്. PRD ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദം കൂടിയുണ്ട്. PRD ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ അഡ്വർടൈസ്മെന്റും മറ്റു കാര്യങ്ങളും സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം. ഒരു മൂന്നാമത്തെ ഒരാൾ വരും അവിടെ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് മന്ത്രിസഭയിൽ തന്നെ ഒരു ഉന്നതനുണ്ട് ഈ കോക്കസിൽ പെട്ട നാലാമത്തെ ആൾ. അപ്പൊ കോക്കസിൽ ഓരോരുത്തർ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അതങ്ങനെ പതിയെ വന്നാൽ മതി, എല്ലാം കൂടെ ഒരുമിച്ച് വരണ്ട. സർക്കാരിനെതിരെ എത്ര വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും പ്രതിപക്ഷ നേതാവിനെതിരാണ് BJP ആരോപണം വരുന്നത്. ഞാൻ പറയുന്നത് ഈ ആരോപണം നമ്മൾ ഉന്നയിച്ചപ്പോ RSS പ്രതികരിച്ചില്ല, ആദ്യം CPM പ്രതികരിച്ചില്ല, ഗവൺമെന്റ് പ്രതികരിച്ചില്ല. പിണറായി വിജയൻ അപകടത്തിലാണെന്നുകൊണ്ട് ആദ്യം അദ്ദേഹത്തോട് ആത്മാർത്ഥത കാണിച്ച ഒറ്റ ആളെ BJP സംസാരിക്കും. കാരണം എന്താ, നന്ദിയുള്ള ആളാണ്, നന്ദിയുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ കുഴൽ കേസ് സെറ്റ് ചെയ്ത് കൊടുത്താണ്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് നന്ദി വേണം. അദ്ദേഹം വന്നാണ് ആദ്യം എന്നെ എതിർത്തത്. നന്ദി വേണം. അത് പിണറായി വിജയനെ ഇതിൽ കൂടെ ഇൻസൾട്ട് ചെയ്യാനില്ല. എന്താ പിണറായി വിജയനെ പോലുള്ള സർവപ്രതാപിയായ ഇരട്ടച്ചങ്കനായ ഒരു മുഖ്യമന്ത്രി ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനെ RSS നേതാവിനെ കാണാൻ ഞാൻ വിട്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നാണക്കേട് മുഖ്യമന്ത്രിക്കുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻസൾട്ട് ചെയ്യുവാണ് പിണറായി വിജയന്. ആലോചിച്ച് നോക്കിയേ, ഇനി ഞാൻ ശശിയെ വിട്ടെന്ന് പറയോ? 2 ദിവസം കഴിയുമ്പോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ പ്രതിപക്ഷ നേതാവിന്റെ ദൂതരായി മറ്റേ ആളെ കണ്ടു, മറ്റേ ആളെ കണ്ടെന്ന് പറയോ?